അങ്ങനെ സുൻവോ ബോറാനിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതായത് അമ്മ ജോലിനെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞു എന്നൊക്കെ. ആ സമയത്ത് ബോറാനിയാണെങ്കിൽ സുൻവോയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് അമ്മ എന്നോട് അധികമൊന്നും സംസാരിക്കുന്നില്ല, എല്ലാം മിസ്റ്റർ ചോയോടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ടേക്കിൻ്റെ അച്ഛനെ പറ്റിയിട്ടാണ് സുൻവോ ഇവിടെ പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് ബോറാനിയാണെങ്കിൽ എന്താ നിനക്ക് മിസ്റ്റർ ചോയിനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആളോട് കുഴപ്പമൊന്നുമില്ല, ആളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പിന്നെന്താ നിനക്ക് കുഴപ്പം, ആൾ നല്ല ആളല്ലേ, അവർ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സംസാരത്തിൻ്റെ ഇടയിലാണെങ്കിൽ ബോറാന അല്ല എൻ്റെ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പുറത്ത് വെച്ച് തരാം, ഇനി എങ്ങാനും നമ്മുടെ അച്ഛന്മാർ ഇങ്ങോട്ട് കയറി വന്നാൽ എല്ലാം കൊളാവെന്ന് പറഞ്ഞ് സുൻവോ അവൾക്ക് പുറത്ത് വെച്ചിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഗിഫ്റ്റ് വേറൊന്നും ആയിരിക്കില്ല, അവൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അവനൊരു നെക്ലേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതാണ് കൊടുക്കുന്നത്. ബോറാനയാണെങ്കിലോ ഞാൻ ജ്വല്ലറീസ് ഒന്നും ഇടില്ലെന്ന് നിനക്കറിയില്ലേ, പിന്നെ എന്തിനാ എനിക്കിത് തന്നേന്ന് ചോദിക്കുമ്പോഴാണ് ഇവൻ ഈ കഥയൊക്കെ പറയുന്നത്. ഇവളാണെങ്കിൽ ബെസ്റ്റ്, അപ്പം ഇതൊരു ചെറിയ നെക്ലസ് അല്ല, ഇതിപ്പോൾ നിൻ്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാരമായല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ബോറാന. അങ്ങനെ ആ സീൻ അവിടെ അവസാനിച്ച് പിറ്റേ ദിവസം നമ്മുടെ ദെക്സോനെ കഷ്ടപ്പെട്ട് കിമ്മിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നതാണ് കാണിക്കുന്നത്. അങ്ങോട്ട് വരുന്ന അനിയനോടാണെങ്കിൽ ദെക്സോന അഭിപ്രായം ചോദിക്കുന്നുണ്ട്. നോളാണെങ്കിലോ സത്യം പറയാലോ ചേച്ചി ഒരുങ്ങിക്കഴിഞ്ഞാൽ കാണാൻ ഒട്ടും കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഇവൾ അവനെ അടിക്കാൻ നോക്കുകയാണ്. ചേച്ചിയല്ലേ പറഞ്ഞേ സത്യസന്ധമായിട്ട് പറയണമെന്ന്, എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് അപ്പം നോട് പറയുന്നുണ്ട്. ദെക്സോനെയാണെങ്കിലോ അനിയനിട്ട് 2 കൊട്ടും കൊടുത്ത് പോകുന്ന വഴിക്ക് അല്ല കിം ചേട്ടന് ഗിഫ്റ്റ് ഒന്നും വാങ്ങുന്നില്ലേ എന്ന് നോട് ചോദിക്കുമ്പോൾ ഗിഫ്റ്റൊക്കെ ഞാൻ ഇന്നലെ കൊടുത്തല്ലോ എന്ന് ദെക്സോനെ പറയുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് കിം ദെക്സോനെ കൊടുത്ത് ഗിഫ്റ്റ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ ടൈമിൽ റൂമിലേക്ക് വരുന്ന ചേട്ടനാണെങ്കിൽ അനിയന് പിറന്നാളാശംസകൾ എന്നൊക്കെ പറഞ്ഞ് ഇവന് ഇഷ്ടമുള്ള ഒരു പെയിന്റിംഗ് ആണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇവനത് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്താണ് ജങ് ടേബിളിലിരിക്കുന്ന ഈ ഷർട്ട് കാണുന്നത്. കൊള്ളാലോ, ഇത് പിങ്ക് ഷർട്ടാണല്ലോ, നീ വാങ്ങിയതാണോ, എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ കിം അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കാത്ത പോലെ ഒരു ആക്ഷനൊക്കെ ഇട്ട് അതെടുത്ത് ടേബിളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ജങ് ആണെങ്കിലും ആ ഷർട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ഇവരെല്ലാവരും കൂടിയിട്ട് ടേക്കിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇവർ കിമ്മിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കുക ഒരു ഫുട്ബോൾ ആയിരിക്കും. ദെക്സോനെയാണെങ്കിൽ ഈ ഗിഫ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ എത്ര ബുദ്ധിമുട്ടിയെന്നറിയോ, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വേണ്ടേ വാങ്ങിത്തരാൻ, അതുപോലെ ഇതിന് ഒരുപാട് കാശായി എന്നൊക്കെ പറയുന്ന സമയത്ത് കാശ് ഞങ്ങൾ എല്ലാവരും കൂടി പിരിച്ചിട്ട് എടുത്തേ, പക്ഷേ കൂടുതൽ കാശ് എടുത്തത് ടേക്കാണെന്ന് നമ്മുടെ സ്പെക്സുകാരൻ പറയുകയാണ്. ടേക്കാണെങ്കിൽ അങ്ങനെയൊന്നും പറയല്ലേ, എല്ലാവരും കൂടി വാങ്ങിയതല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ, നീ അല്ലെങ്കിലും ഭയങ്കര പാവ എന്ന് സ്പെക്സുകാരൻ പറയുകയാണ്. ആ സമയത്ത് ചിരിക്കുന്ന ടേക്ക് വീണ്ടും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ആ ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ഒരു മാറ്റമില്ല എന്ന് സ്പെക്സുകാരൻ പറയുന്നുണ്ട്. ദെക്സോനെയാണെങ്കിൽ അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ട് കിമ്മിന് അത്രയും ഇഷ്ടപ്പെടുന്നില്ല, ചെറിയൊരു കുശുമ്പ്. ദെക്സോനെയാണെങ്കിൽ എന്നാൽ ശരി പുതിയ കാസറ്റ് കിട്ടിയിട്ടില്ലേ മൂവി ഇടാന്ന് പറയുന്ന സമയത്ത് ഈ മൂവി ഓൾറെഡി ഞാനും കിമ്മും 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞത്, വേറെ വല്ല മൂവി കാണായിരുന്നു എന്ന് സ്പെക്സുകാരൻ പറയുകയാണ്. ആൾ ഉദ്ദേശിക്കുന്നത് അഡൽട്ട് മൂവിയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ദെക്സോനെയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സുൻവോയും ടേക്കും അതുപോലെ തന്നെ ഞങ്ങളും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. ദെക്സോനെയാണെങ്കിൽ അപ്പോൾ കിമ്മിനെ നോക്കി ഈ മൂവി ഒന്നുകൂടിയും കാണാല്ലേ എന്ന് നല്ല കൊഞ്ചിയിട്ട് അങ്ങ് ചോദിക്കുകയാണ്. കിമ്മാണെങ്കിൽ കണ്ടോ എന്നപ്പോൾ പറയുന്നുണ്ട്. അതായത് അവൻ വലിയ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഈ സമയത്ത് സ്പെക്സുകാരനാണെങ്കിൽ സത്യം പറയാലോ ഇപ്പം നീ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ മൂവി ഇടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ അഡൽട്ട് മൂവി എങ്ങാൻ ഇട്ടേനെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ദെക്സോനെയാണെങ്കിൽ എന്നൊരു കാര്യം ചെയ്യും, ഞാൻ നോക്കണ്ട നിങ്ങൾ ആ മൂവി അങ്ങ് ഇട്ടേക്കെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ടേക്കാണെങ്കിൽ നിനക്കത് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഞങ്ങൾക്കത് കുഴപ്പമാണെന്ന് പറയുന്നത് കേട്ട് ദെക്സോനയുടെ കിളി പോവുകയാണ്. അപ്പം നീയും ആ മൂവീസൊക്കെ കാണാറുണ്ടോ എന്ന് ഇവള് ചോദിക്കുകയാണ്. ടേക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങ് പരുങ്ങുമ്പോൾ ഇവള് സ്പെക്സുകാരനിട്ട് നല്ല മേട്ടുന്നുണ്ട്. നീ ഒരൊറ്റൊരുത്തനാണ് ഇവനെ നശിപ്പിക്കുന്നത്, നീ എന്തിനാ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താ ടേക്കിനെ പറ്റി അറിയാം, നിനക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. ഇവളാണെങ്കിൽ എനിക്ക് ടേക്കിനെ പറ്റി എല്ലാം അറിയാം എന്ന് പറഞ്ഞ് അടിക്കുന്ന സമയത്താണ് ടേക്കിൻ്റെ അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നത്. വേഗം ദെക്സോന നല്ല ഡീസൻറ്റ് കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ടേക്കിന് നാളെ മാച്ച് ഉള്ളത് കൊണ്ട് അവർ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടേക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. നാളെ നിനക്ക് മാച്ച് ഉണ്ടോ എന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. ബുസാനിൽ വെച്ചിട്ടാണ് മാച്ച്, ഇന്ന് രാത്രി തന്നെ പോകണമെന്ന് പറയുമ്പോൾ നാളെ പോയാൽ പോരടാ, നിനക്കിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തൂടെ എന്ന് കിം ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ കാറിൽ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ടേക്ക് അവിടെ നിന്ന് പോവാണ്. ആ ടൈമിൽ ടേക്ക് നേരത്തെ തുറന്ന ടേബിളിൽ ആ ഡ്രോയർ അത് അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ കിം അതിലൊരു ഡയറി കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നത് പോലെ കാണുന്നുണ്ട്. അവൻ അതെടുത്ത് പതുക്കെ ഫോട്ടോ ഇങ്ങ് വലിക്കുമ്പോൾ അത് ചൈനയിൽ മാച്ചിന് പോയ സമയത്ത് ടേക്കും ദെക്സോനെയും കൂടി എടുത്ത ഒരു പിക്കായിരിക്കും. അത് ഫുള്ള് കംപ്ലീറ്റ് അവൻ പുറത്തേക്ക് വലിക്കുന്ന പോലും ഇല്ല, വേഗം തന്നെ അത് ഉള്ളിലേക്ക് തിരികെ വെച്ച് അവൻ ആ ഡ്രോയർ അടയ്ക്കുകയാണ്. ടേക്കിനത് കാണുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതേ സമയം തന്നെ ബോറാനയാണെങ്കിൽ സുൻവോ കൊടുത്ത മാല ഇങ്ങനെ നോക്കിയിരിക്കുന്നതും അതിനുശേഷം ഇവൾ ആലോചിക്കുന്നത് അന്ന് ഇവരുടെ കടമൊക്കെ തീർന്ന സമയത്ത് അച്ഛനും അമ്മയും ഇവളെ മാറ്റി നിർത്തി സംസാരിച്ചിരുന്നില്ലേ, അത് പൈസ കൂടുതൽ കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കാനൊന്നും ആയിരുന്നില്ല. അതായത് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി ഇവളോട് പ്രിപ്പയർ ചെയ്യാനായിരുന്നു അച്ഛനും അമ്മയും അന്ന് പറഞ്ഞത്. അതായത്
അതായത് അച്ഛൻ വളരെ സങ്കടത്തോടെയാണ് ഇവളോട് പറയുന്നത്, അന്ന് ഞങ്ങൾക്ക് നിന്നെ അത്ര ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമ്മുടെ കടമൊക്കെ തീർന്നു, അതുകൊണ്ട് നീ എത്ര വർഷം എടുത്ത് പഠിച്ചാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയും, അതുകൊണ്ട് നീ ആലോചിച്ച് തീരുമാനം എടുക്കുന്നൊക്കെയാണ് അച്ഛൻ അന്ന് അവളോട് പറഞ്ഞത്. അതവളിങ്ങനെ ആലോചിക്കുകയാണ്. അച്ഛനാണെങ്കിലോ, അല്ല എന്താ അവൾ ഇത്ര സമയം എടുക്കുന്നത്, അവളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് സിവിൽ സർവീസ് എക്സാം ഒക്കെ അല്ലേ, ജീവിതത്തിൽ വലിയൊരു എക്സാം അല്ലേ, അപ്പോൾ അതിനിത്തിരി ടൈമൊക്കെ വേണമായിരിക്കും, അവൾ അവളുടെ സമയം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അച്ഛനെ സമാധാനിപ്പിക്കുന്ന ആ സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ സ്കൂളിൽ നമ്മുടെ ദെക്സോനും ഫ്രണ്ട്സ് ഇരിക്കുന്ന സമയത്ത് ജായുവിനാണെങ്കിൽ ചുരുക്കം പറഞ്ഞ നിങ്ങളുടെ ഡേറ്റ് ഒരു ഫിലിമിലെ പോലെയൊക്കെ ആയില്ലേ എന്ന് പറയുമ്പോൾ കോപ്പാണ്, രണ്ടെണ്ണം മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞ് ദെക്സോനെ കളിയാക്കുകയാണ്. അതിനുശേഷം അല്ല എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഇവർ ചോദിക്കുമ്പോൾ മാഗിക്ക് അങ്ങോട്ട് നാണം വരികയാണ്. അതായത് കിസ് ചെയ്തു എന്നൊക്കെ അങ്ങ് പറയാൻ പറ്റുമോ? ഇവളുടെ ഈ നാണം കണ്ടിട്ട് ജായുവിനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദെക്സോനെ ആണെങ്കിലും അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, കാരണം ജങ് ചേട്ടൻ അങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഇന്നസെൻ്റാ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മാഗി ആണെങ്കിൽ പിന്നെ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ് വീണ്ടും നാണം കുണുങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾ ശരിക്കും ഹഗ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴും ഞങ്ങൾ ഹഗ്ഗൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന മാഗി വീണ്ടും നാണം കൊണ്ടങ്ങ് ചിരിക്കുകയാണ്. ഇതുകൂടി ആകുമ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മാഗി ഇട്ടങ്ങ് കളിയാക്കുകയാണ്. ആ സമയത്ത് മാഗി ആണെങ്കിൽ അല്ല നീ ആ ഷർട്ട് ഗിഫ്റ്റ് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഗിഫ്റ്റ് എന്ന് ജായുൻ ചോദിക്കുകയാണ്. ദെക്സോനയാണെങ്കിൽ അത് പിന്നെ ഇന്നലെ കിമ്മിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ ഇന്നലെ അവനൊരു ഷർട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൻ ബർത്ത്ഡേക്ക് അത് ഇടുന്ന വിചാരിച്ച് പക്ഷേ ഇട്ടില്ല എന്ന് പറയുമ്പോൾ ആ സാരമില്ല, ചിലപ്പോൾ നാണക്കേട് കൊണ്ടായിരിക്കുമെന്ന് മാഗി പറയുന്നുണ്ട്. ദെക്സോനയാണെങ്കിലോ എന്ത് പറയാനാ, എല്ലാം ഒന്നും അങ്ങ് ശരിയായിട്ട് വരുന്നില്ല, നമുക്ക് എവിടെയോ തെറ്റുപറ്റിയെന്നാണ് തോന്നുന്നതെന്ന് അപ്പോൾ പറയുന്നുണ്ട്. അവനൊരു ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ദെക്സോനെ കാണാൻ വേണ്ടിയിട്ട് ഇവളുടെ ക്ലാസ്സിലെ പ്രസിഡന്റിന്റെ അമ്മ വരികയാണ്. അങ്ങനെ ഇവർ തമ്മിൽ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്, അതെന്താണെന്ന് അവിടെ കാണിക്കുന്നില്ല. അങ്ങനെ അന്ന് തന്നെ നൈറ്റ് ക്ലാസ്സിൽ ഇവളുടെ ക്ലാസ്സിൽ എല്ലാവരും ബഹളം വെക്കുന്ന സമയത്ത് ഈ ക്ലാസ് പ്രസിഡന്റ് എല്ലാവരോടും സ്ട്രിക്റ്റ് ആയിട്ട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ദെക്സോനെയാണെങ്കിൽ എന്തിനാ ഇങ്ങനെ ചീത്ത പറയുന്നത്, അവരെ എൻജോയ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ സീനിയേഴ്സാണ്, പണ്ടത്തെ പോലെയൊന്നല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ഇതേ സമയം നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സുൻവോയാണെങ്കിൽ ചോയിനെ കാണുകയാണ്. അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ജിൻജുവിനെ ഇവിടെയാണല്ലോ ഏൽപ്പിക്കാറ്, അതുകൊണ്ട് തന്നെ അനിയത്തി വലിയ പ്രോബ്ലം ഉണ്ടാക്കിയെന്നൊക്കെ നല്ല സൗമ്യമായിട്ട് സുൻവോ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് ചോയ് പറയുന്നുണ്ട്. വീട്ടിലെത്തുന്ന സുൻവോയാണെങ്കിൽ അവൻ ഈ സ്പോർട്സിനെ പറ്റിയൊക്കെ അവൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത് ഇമാജിൻ ചെയ്യുന്നത് കാണിക്കുന്ന ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഡെക്സോൻ അവളുടെ ഫ്രണ്ട്സിനോട് ഈ ക്ലാസ് ലീഡേഴ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നേ, ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട് ഒരു സാധനം എന്നൊക്കെ പറഞ്ഞ് എന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് മാഗിയോട് യാത്ര പറഞ്ഞ് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ കാണുന്നത് എല്ലാവരും കൂടി കൂട്ടം കൂടി നിൽക്കുന്നതാണ്. നോക്കുമ്പോൾ ഇവളുടെ ക്ലാസ് ലീഡർ ഫിക്സ് വന്ന് കിടന്ന് പെടയുന്നതാണ് കാണുന്നത്. എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇവളാണെങ്കിൽ എല്ലാവരോടും ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരോടും ഡോർ അടയ്ക്കാൻ പറയുകയാണ്. ക്ലാസ് ലീഡറുടെ ഷർട്ടിൻ്റെ ബട്ടണൊക്കെ ഇവൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലയൊക്കെ ഇങ്ങനെ ചെരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഈ ക്ലാസ് ലീഡർ നേഴ്സിൻ്റെ റൂമിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. ബോധം വരുന്ന ഈ കുട്ടിയോട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ ഈ കുട്ടി തിരിച്ചു ചോദിക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ഈ അസുഖത്തെ പറ്റി അറിഞ്ഞൂലേ എന്നാണ്. അത് സാരമില്ല, ക്ലാസ്മേറ്റ്സ് അല്ലേ എന്ന് നേഴ്സ് പറയുന്നുണ്ടെങ്കിലും ഈ ലീഡർ കുട്ടി കരയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഈ കുട്ടി വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. അതായത് അസുഖത്തെ പറ്റി എല്ലാവരും അറിഞ്ഞു, ഇനി എങ്ങനെ അവരൊക്കെ ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ക്ലാസ്സിലെത്തുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് അവിടെ സംഭവിക്കുക. അതായത് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നതുപോലെ ആരും പ്രതികരിക്കുന്നില്ല, എല്ലാവരും പണ്ടത്തെ പോലെ തന്നെയാണ് ഇവളോട് പെരുമാറുന്നത്. ദെക്സോനിയാണെങ്കിലോ ലീഡറിനെ കാണുമ്പോൾ നീ വന്നോ, വേഗം വന്നേ, നിന്റെ ഫുഡ് എടുത്ത്, നിന്റെ സോസേജ് അടിപൊളിയാണെന്ന് പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് ആകെ വിഷമം വരുന്നുണ്ട്, ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ദെക്സോനിയാണെങ്കിലോ അയ്യോ സ്പൂൺ എടുക്കാൻ മറന്നു എന്ന് പറയുന്ന സമയത്ത് ആരും സ്പൂൺ കൊടുക്കുന്നില്ല. ആ ടൈമിൽ ഈ ലീഡർ കൊച്ച് അവളുടെ സ്പൂൺ എടുത്ത് ഇവൾക്ക് ഷെയർ ചെയ്യാണ്. അതായത് ലീഡറിന് അറിയാം ആ സമയത്ത് എന്താ സംഭവിച്ചത്, തന്നെ ആരാ ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ. അങ്ങനെ ഇവരെല്ലാവരും സന്തോഷത്തിൽ തമാശയൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു നല്ല സീനാണ് അവിടെ കാണിക്കുന്നത്. ഇതേ സമയം സുൻവോയാണെങ്കിൽ അവൻ്റെ നൈറ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തുന്ന സമയത്ത് ജീൻജു ആണെങ്കിൽ മിസ്റ്റർ ചോയുടെ അടുത്തായിരിക്കും. ഇവനാണെങ്കിൽ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്തായിരിക്കും ചോയ് ജീൻജുവിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. ആള് നേരെ ബെഡ്റൂമിൽ കുട്ടീനെ കിടത്താൻ പോകുന്നത് കണ്ട് ഇവനത് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. സുൻവോയാണെങ്കിൽ ബോറാനയെ കാണാനാണ് വരുന്നത്. ബോറാനയാണെങ്കിൽ ഈ സോജു കഴിക്കുന്നത് കണ്ട്, അതായത് അവിടുത്തെ മൈൽഡ് ആയിട്ടുള്ള ഒരു മദ്യമാണ്, ഇവനാണെങ്കിൽ എനിക്കൊരു ഗ്ലാസ് തരുമെന്ന് ചോദിക്കുകയാണ്. ബോറാന അവന് കൊടുക്കുന്നുണ്ട്. ഇവനിങ്ങനെ കുടിക്കുന്നത് കാണുന്ന ബോറാന എന്താ മിസ്റ്റർ ചോയ് വീണ്ടും വീട്ടിലേക്ക് വന്നു, നീ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നല്ലോ, നിനക്ക് അയാളോട് ദേഷ്യം തോന്നാൻ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അയാളോട് ഒരു ദേഷ്യവും ഇല്ലയെന്ന് വീണ്ടും പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സുൻവോ ബോറാനയുടെ കവിളിൽ
പിടിക്കുന്ന സമയത്താണ് കറക്റ്റ് ആ ടൈമിൽ ടേക്ക് അവിടേക്ക് വരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചൂടെ, ആരെങ്കിലും കണ്ടാലോ എന്നിവന്റെ ചോദ്യം കേട്ട് രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം ടേക്ക് വളരെ കൂളായിട്ട് ഹലോ ചേച്ചി എന്ന് ബോറാനിയെ നോക്കി പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ഹലോ ടേക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ഇവൻ ഇത്തിരി ശബ്ദം ഉണ്ടാക്കി വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സുൻവോയ്ക്ക് ചിരി വരുന്നുണ്ട്. പോകുന്ന പോക്കിൽ ബോറാന ടേക്കിനെ നോക്കി ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഇത് ആരോടും പറയില്ല എന്നൊരു വിശ്വാസം. ടേക്കിനാണെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ അങ്ങ് ചിരി വരികയാണ്. അന്ന് നൈറ്റിലെ സുൻവോ ടേക്കിന്റെ കൂടെയാണ് കിടക്കുന്നത്. സുൻവോന്റെ അമ്മയാണെങ്കിൽ ടേക്കിന് വയ്യാന്ന് പറഞ്ഞല്ലോ, അവൻ പെയിൽ കില്ലർ കഴിച്ചോ, എത്ര എണ്ണം കഴിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. സുൻവോ അത് ടേക്കിനോട് ചോദിക്കുമ്പോൾ 2 എണ്ണേ കഴിച്ചുള്ളൂ എന്ന് ടേക്ക് പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കിടക്കുന്ന സമയത്ത് സുൻവോ ടേക്കിനെ കെട്ടിപ്പിടിച്ചൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം സുൻവോ കുറച്ച് സീരിയസ് ആയി. എന്നാലും നിനക്ക് എന്താ ദെക്സോനയോട് ഇഷ്ടം തോന്നാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അല്ല, നീ ഇത്ര ഫേമസ് ആണല്ലോ, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവരെ ഒന്നും നോക്കാണ്ട് എന്തുകൊണ്ടാണ് ദെക്സോനയെ നോക്കുന്നത് എന്ന സുൻവോന്റെ ചോദ്യത്തിന് അത് പിന്നെ എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമായി. അവൾ ചിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ മരിച്ചു പോകുന്ന പോലെയാണെന്ന് ചിരിച്ചുകൊണ്ടുള്ള ടേക്കിന്റെ മറുപടി കേട്ട് സുൻവോയ്ക്ക് ആകെ ചിരി വരികയാണ്. നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ, നീയേ മെഡിസിൻ ഇന്ന് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സുൻവോ ഇവനെ കളിയാക്കുന്നുണ്ട്. ഇതേ സമയം നൈറ്റിൽ ദെക്സോന ക്ലാസ് കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ വരുമ്പോൾ ആ ലീഡറിന്റെ അമ്മ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഞാൻ മോളെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അതായത് രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ അറിഞ്ഞിട്ടുണ്ട്. ദെക്സോനയാണെങ്കിൽ അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇല്ല, മോള് നന്നായി തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതായത് നേരത്തെ ഈ സ്ത്രീ വന്ന് ഇവളെ മീറ്റ് ചെയ്ത ഒരു സീൻ കാണിച്ചിരുന്നല്ലോ, ആ സമയത്ത് മോൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും അപ്പോൾ ഇങ്ങനെ ഫിക്സ് വരികയാണെങ്കിൽ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നതായിരുന്നു ആ സീന്. അന്ന് നൈറ്റിൽ തന്നെ ദെക്സോനയുടെ അമ്മേനെ ടീച്ചർ വിളിക്കുന്നുണ്ട്. ദെക്സോന വല്ല പ്രശ്നം ഉണ്ടാക്കിയോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. എന്നാൽ ടീച്ചറാണെങ്കിൽ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് വളരെ നല്ല രീതിയിലാണ് ദെക്സോന കൈകാര്യം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുമ്പോൾ ദെക്സോനയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് എന്നോണം വേറൊരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ ക്ലാസ് ലീഡറുടെ അമ്മ ടീച്ചറെ കാണാൻ മുന്നേ തന്നെ വന്നിരുന്നു. അതായത് പുതിയ വർഷം തുടങ്ങുമ്പോൾ എല്ലാ കുട്ടികളും ഷഫിൾ ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. പുതിയ കുട്ടികൾക്കൊന്നും തന്നെ ഈ കുട്ടിയുടെ അസുഖത്തെ പറ്റി അറിയില്ല. എന്നാൽ ടീച്ചറിനെ മുന്നേ തന്നെ അറിയാം, കാരണം ഇത് ഇവരുടെ മുന്നത്തെ ടീച്ചർ തന്നെ ആയിരുന്നല്ലോ. സോ ഈ അമ്മ ആകെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഒട്ടും പേടിക്കേണ്ട, നമ്മുടെ ക്ലാസ്സിലൊരു മിടുക്കി കുട്ടിയുണ്ട്, ദെക്സോന എന്നാണ് പേര്, അവൾ കാര്യം അടിപൊളിയായിട്ട് ചെയ്തോളും, അവളോടെല്ലാം പറഞ്ഞ് സെറ്റാക്കാം എന്ന് അന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ അമ്മ ദെക്സോനെ കാണാൻ വരുന്നത്. ഈ സമയത്ത് ഈ അമ്മ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി നല്ല സ്മാർട്ടായിരിക്കൂലേ പഠിക്കാനെന്നൊക്കെ. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ഒട്ടും പഠിക്കില്ല, പക്ഷെ ആൾ സ്മാർട്ടാണെന്ന്. ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അന്ന് തന്നെ അച്ഛനും ഇതിനെപ്പറ്റി അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എൻ്റെ മകളെ ആലോചിച്ച് എനിക്ക് അഭിമാനം കൊണ്ട് ഇരിക്കാൻ വയ്യ, ഞാൻ ഇപ്പം തന്നെ അവളെ പോയി പ്രശംസിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ നോക്കുമ്പോൾ കാണുന്നത് ദെക്സോന എഴുതിക്കൊണ്ട് കിടന്നുറങ്ങുന്നതാണ്. അങ്ങനെ ഒരു കോമഡി സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ദെക്സോനയുടെ വീട്ടിൽ അമ്മയും അച്ഛനും നോളൊക്കെ കൂടി TV കാണുന്ന സമയത്ത് അവിടേക്ക് ബോറാന കയറി വരികയാണ്. നോളെ നീ ഒന്ന് പുറത്തേക്ക് പോയി എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കാര്യം മനസ്സിലാവുകയാണ്. അതായത് ബോറാൻ എന്തോ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്ന്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ബോറാനയുടെ കോള് സുൻവോയ്ക്ക് വരുന്നതും സുൻവോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ ടൈമിൽ ജീൻജുവിന് ഒന്ന് വീണ ആക്സിഡന്റ് പറ്റുന്നുണ്ട്. സുൻവോയാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് ഇവളോട് സംസാരിച്ച് നടക്കുകയായിരിക്കും. എന്താ കാര്യം, എന്തോ ഉണ്ടല്ലോ, ജോലി ക്വിറ്റ് ചെയ്തോന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞ് ബോറാൻ അത് പറയാൻ വരുമ്പോഴേക്കും മിസ്റ്റർ ചോയ് അങ്ങോട്ട് വരികയാണ്. ജീൻജു വീണു, ആശുപത്രിയിലാണെന്ന് ചോയ് പറയുന്നത് കേട്ട് സുൻവോ അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം ദെക്സോനയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോകുന്നത് കണ്ട് നോള് നീ ഇത് എവിടേക്കായെന്ന് ചോദിക്കുന്നുണ്ട്. അത് ടേക്ക് ഞങ്ങൾക്ക് പിസ്സ വാങ്ങിയിട്ടുണ്ട്, അത് കഴിക്കാനെന്ന് പറയുമ്പോൾ നാണല്ലല്ലോ ഒരാളിങ്ങനെ വാങ്ങിത്തരാനും നിങ്ങളിങ്ങനെ ഉടുമ്പ് പോലെ കഴിക്കാനെന്ന് പറയുന്നത് കേട്ട് ദെക്സോന നോളിന് നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദെക്സോന നേരെ പോകുന്നത് വേറെ എവിടേക്കല്ല, കിമ്മിൻ്റെ അടുത്തേക്കാണ്, കിമ്മിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് കറക്റ്റ് ജങ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്, അതും അവൾ കൊടുത്ത പിങ്ക് ഷർട്ട് ഇട്ടിട്ട്. ദെക്സോന ഞാനേ ഡേറ്റിങ്ങിന് പോവുക, എനിക്കൊരു ഓൾ ദി ബെസ്റ്റ് തന്നേന്ന് ജങ് ചോദിക്കുമ്പോൾ ഇവളാകെ ഷോക്കായി നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ കിമ്മ് പുറത്തേക്ക് വന്ന് നീ ടേക്കിൻ്റെ അടുത്തേക്ക് വിട്ടോ, ഞാൻ പിന്നെ വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവളിങ്ങനെ ഷോക്കായി നിൽക്കുന്നത് കണ്ടിട്ടാണ് കിമ്മിന് പെട്ടെന്ന് കാര്യം മനസ്സിലാവുക. അതായത് ഷർട്ട് ഇവനാകെ എന്തോ പോലെയാവുകയാണ്. ഇവൾക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്ന് ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവൻ ഇവളെ വിളിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. ഇവനും ആകെ ദേഷ്യം വരികയാണ്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം സുൻവോ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. നോക്കുമ്പോൾ ജീൻജുവിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവൻ കൂടുതൽ കാര്യങ്ങൾ അമ്മയോട് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്നും പുറത്തേക്ക് ഒരു കാപ്പി കുടിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ജിഞ്ചുവിന് ബോധം വരുമ്പോൾ ജിഞ്ചു ചോദിക്കുന്നത് മിസ്റ്റർ ചോയിനെയാണ്. എന്താ മോൾക്ക് അങ്കിളിന് അത്രയും മിസ് ചെയ്യുന്നുണ്ടെന്ന് സുൻവോ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അനിയത്തിയുടെ മറുപടി കേട്ട് ചെറുതായി ഒന്ന് ഞെട്ടുന്നുണ്ട്. അതായത് തൻ്റെ അനിയത്തി ഇപ്പോൾ തന്നേക്കാൾ കൂടുതൽ ചോയിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സുൻവോ മനസ്സിലാക്കുകയാണ്. അങ്ങനെ സുൻവോ പുറത്തേക്ക് വരുന്ന സമയത്താണ് അമ്മ ചോയിയായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നത്. അതായത് വലിയ വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണോ, ഇവിടെ
ആൾ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സുൻവോൻ്റെ മുന്നിൽ വളരെ കൂളായിട്ട് നിന്ന അമ്മ ഭയങ്കര ടെൻഷൻ അടിച്ച് കരഞ്ഞിട്ടാണ് ചോയോട് സംസാരിക്കുന്നത്. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ്, ഞാൻ ലോണ്ടറി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പറ്റിയത്, ഞാൻ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മിസ്റ്റർ ചോയി ആണെങ്കിൽ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് സുൻവോ പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ ബോറാനെ വെയിറ്റ് ചെയ്യുന്നത് കാണുന്നത്. ജീഞ്ചുവിനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ബോറാൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരിയ്ക്കുന്ന സമയത്ത് സുൻവോയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി ഇപ്പോൾ എനിക്ക് ടേക്കിൻ്റെ അച്ഛനെ എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണ്. അതായത് ഇത്രയും നേരം എനിക്ക് ആളോട് ഒരു വെറുപ്പില്ല എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം എനിക്ക് എൻ്റെ അച്ഛനോട് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞ് സുൻവോ കരയുമ്പോൾ ബോറാന ഇവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന സുൻവോ തൻ്റെ അച്ഛൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ആളോട് സംസാരിക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇന്ന് ജീഞ്ചുവിന് ഒരു അപകടം പറ്റി, ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ മിസ്റ്റർ ചോയിയോട് അമ്മ പേടിച്ചെന്നും ഒരുപാട് കരഞ്ഞെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. കാരണം അമ്മ എൻ്റെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ മിസ്റ്റർ ചോയുടെ കൂടെ കംഫർട്ടബിൾ ആണ്. ഇത് കേൾക്കുമ്പോൾ അച്ഛന് വിഷമാകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്നാണ് അച്ഛൻ തിരിച്ച് മറുപടി പറയുന്നത്. എനിക്ക് നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. മുന്നേ ആണെങ്കിലും ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഉള്ളൂ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഞാൻ അവളുടെ കൂടെ പോലും ഇല്ല. നിന്റെ അമ്മ സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് സുൻവോയ്ക്ക് ഭയങ്കര സങ്കടം വരികയാണ്. സുൻവോ ഇരുന്ന് കരയുന്നൊരു സീനാണ് അവിടെ കാണിക്കുന്നത്. ഇതേ സമയം തന്നെ ദെക്സോൻ ആകെ സാഡായിട്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സ്പെക്സുകാരൻ വരുന്നത്. എന്തുവാടി വല്ല ഫിലിമും ഷൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സ്പെക്സുകാരനോട്, എടാ ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ എന്താണ് ആർക്കും ഇഷ്ടമല്ലാത്തത് എന്ന ദെക്സോന ഭയങ്കര സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോൾ സ്പെക്സുകാരന് കാര്യത്തിൽ സീരിയസ് ആണെന്ന് മനസ്സിലാവുകയാണ്. ഇവനാണെങ്കിൽ കളിയാക്കി ദേ ടേക്ക് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്, എവിടെ കാണാനില്ലല്ലോ, നീ എന്തെന്നെ കളിയാക്കുകയാണോ എന്ന് ദെക്സോനെ തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ കളിയാക്കിയതൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞതെന്ന് സ്പെക്സുകാരൻ അപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഈ തമാശ ദെക്സോനിക്ക് അങ്ങ് മനസ്സിലാകുന്നില്ല. ടേക്കിന് ദെക്സോനെ ഇഷ്ടമാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാലോ, സോ ടേക്ക് ഉണ്ടല്ലോ എന്നാണ് ഇവൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത്. ദെക്സോനെയാണെങ്കിലോ എന്നാലും എനിക്ക് ഈ ജന്മത്തൊരു പ്രണയജീവിതം വിധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നത് കേട്ട് നമ്മുടെ സ്പെക്സുകാരനാണെങ്കിൽ നിനക്ക് ഈ വേവിച്ച ഉരുളൻകിഴങ്ങാണോ അതോ ബേക്ക് ചെയ്ത ഉരുളൻകിഴങ്ങാണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അത് ബേക്ക് ചെയ്ത ഉരുളൻകിഴങ്ങ് എന്ന് ദെക്സോനെ പറയുകയാണ്. അതുപോലെ രണ്ട് ആക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞിട്ട് ഇതിലാരെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അവൾ അതിലൊരാളുടെ പേര് പറയുന്നുണ്ട്. ശരി, നിനക്ക് ടേക്കിനെയാണോ എന്നെയാണോ ഇഷ്ടം എന്ന് പറയുമ്പോൾ അത് ടേക്കിനെയാ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബെസ്റ്റ്, അപ്പം എന്താ നിനക്ക് എന്നത് ഇഷ്ടമല്ലേ എന്നിവൻ ചോദിക്കുന്നത് കേട്ട് ഇഷ്ടമാണ്, പക്ഷെ നിന്നേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ടേക്കിനെ ഇഷ്ടമെന്ന് ദെക്സോന പറയുകയാണ്. എന്നാൽ ശരി, നിനക്ക് കിമ്മിനെയാണോ സുൻവോനാണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പെട്ടെന്നൊന്ന് സ്റ്റക്ക് ആവുകയാണ്. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റില്ല എന്ന് ഇവൾ പറയുന്നത് കേട്ട് ഇവൻ ചിരിക്കുന്നുണ്ട്. പെക്സുകാരനാണെങ്കിൽ കൂളായിട്ട്, എടി നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നമുക്ക് ആരെയാണോ ഇഷ്ടം അയാളെ അങ്ങ് ഇഷ്ടപ്പെടുന്നതല്ലേ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദെക്സോൻ ആകെ മിഴിച്ചിരുന്ന് പോവുകയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിലേതാ ഇഷ്ടം എന്നൊക്കെ നീ പറഞ്ഞു, ഫുഡിൻ്റെ കാര്യത്തിലും പറഞ്ഞു. ഈ ഫുഡൊക്കെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യാനാണോ ബുദ്ധിമുട്ട് എന്ന് സ്പെക്സുകാരൻ ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കണ്ണി കണ്ടതെല്ലാം അറിയാം, പക്ഷെ ജീവിതത്തെ പറ്റി ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആധികാരികമായിട്ട് സ്പെക്സുകാരൻ സംസാരിക്കുമ്പോൾ ഇവളും ഭയങ്കര കാര്യമായിട്ട് ആലോചിക്കുകയാണ്. ആ സമയത്താണ് വാ നമുക്ക് പോവാമെന്ന് സ്പെക്സുകാരൻ പറയുന്നത്. ദെക്സോണിയാണെങ്കിൽ എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ ദേ പിസ്സ വന്നു എന്ന് പറഞ്ഞ് മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ടേക്ക് പിസ്സ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇത്രയും നേരം സീരിയസ് ആയിട്ട് സംസാരിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അവരുടെ ആ മൈൻഡ് മാറുകയാണ്, ഹാപ്പി ആവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇവരുടെ വിഷമമൊക്കെ. ടേക്ക് ആണെങ്കിലോ ഒരു പിസ്സയ്ക്ക് പകരം 5 പിസ്സ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. സ്പെക്സുകാരനാണെങ്കിൽ നീ ഭയങ്കര പണക്കാരൻ തന്നെയാണ് കേട്ടോ, 5 എണ്ണമൊക്കെ എന്തിനാടാ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും വീട്ടിൽ പോയിരുന്ന് കഴിച്ചു എന്ന് ടേക്ക് പറയുന്നത് കേട്ട് സ്പെക്സുകാരൻ അപ്പം ശരി ബായ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ദെക്സോനെയാണെങ്കിൽ പോകാൻ നോക്കുമ്പോൾ ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് ടേക്ക് പറയുന്നത് കേട്ട് ശരി കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് ദെക്സോനയും പറയുകയാണ്. അങ്ങനെ ദെക്സോന ഇവൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് ഇവൻ്റെ കുറേ ഫാൻസ് ലെറ്റേഴ്സ് ഒക്കെ അയച്ചത് കാണുകയാണ്. നീ ഇതൊക്കെ വായിച്ചോ, ഇതിനൊക്കെ റിപ്ലൈ കൊടുത്തോ എന്ന് ദെക്സോന ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ടേക്ക് പറയുന്നത് കേട്ട് ബെസ്റ്റ്, നിനക്കല്ലെങ്കിലും ബാധുക്ക് ഗെയിം അല്ലാതെ വേറെ എന്തിനോടാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് ഇവൾ ചോദിക്കുകയാണ്. നീ ഇതിന് മുന്നേ ആരിഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ദെക്സോന ചോദിക്കുമ്പോൾ ഇവൻ ആകെ സൈലൻ്റ് ആവുകയാണ്. ഇവളാണെങ്കിൽ നിനക്ക് വേറെ ഒരാളെ ഇഷ്ടമല്ല, നിനക്ക് ആ ബാധുക്ക് ഗെയിമിനോട് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് ഇവൾ പറയുന്നത് കേട്ട് നീ പറഞ്ഞത് ശരിയല്ല എന്ന് ടേക്ക് പറയുകയാണ്. ഇവളാണെങ്കിൽ എന്ത് ശരിയല്ലാന്ന്, നിന്നെ പറ്റി എല്ലാ കാര്യവും എനിക്കറിയാം, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും കണ്ടു തുടങ്ങിയതല്ലല്ലോ എന്ന് ദെക്സോന പറയുന്നത് കേട്ട് നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല എന്ന് ടേക്ക് പറയുകയാണ്. അതിനുശേഷം എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ദെക്സോനയുടെ കിളി പോവുകയാണ്.
ടേക്കാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അത് ആ പെൺകുട്ടിയോട് പറയുമെന്ന് പറയുന്നതും അവിടെ ഒരു നൈസ് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് കിം പഠിക്കാനിരിക്കുന്നതും ആകെ കോൺസെൻട്രേഷൻ കിട്ടാതെ ഇവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അതിനുശേഷം ഇവൻ ബെഡിൽ കിടന്നുറങ്ങുന്നതുമാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഇവൻ്റെ ചുമരിൻ്റെ മുകളിൽ ആ പിങ്ക് ഷർട്ട് തൂങ്ങി കിടക്കുന്നുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കിമ്മിൻ്റെ റൂമിലേക്ക് വന്ന ചേട്ടൻ ഈ ഷർട്ട് ശ്രദ്ധിച്ചിരുന്നല്ലോ. അങ്ങനെ വീണ്ടും ഒരു സമയത്ത് വരുമ്പോൾ ഈ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ പിങ്ക് ഷർട്ടൊന്നും ഇടില്ലല്ലോ, നീ അത് ഇടുന്നത് കാണാനുമില്ല, ഞാൻ എടുത്തോട്ടെ, ഇതെൻ്റെ ഫേവറേറ്റ് കളറാണെന്ന്. ആ സമയത്ത് കിം ഒന്ന് ചിന്തിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഈ ഷർട്ട് തരത്തില്ല, വേറെ ഏത് ഷർട്ട് വേണമെങ്കിലും തരാമെന്ന്. അതായത് കിം ശരിക്കും ആ ഷർട്ട് ഇവന് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഷർട്ട് ചേട്ടന് കിട്ടിയതെന്ന് നെക്സ്റ്റ് സീനിലൂടെ മനസ്സിലാവുകയാണ്. അതായത് പിങ്ക് ഷർട്ട് ഇട്ട് നമ്മുടെ ഡേറ്റിങ്ങിന് പോയ ജങ് ചേട്ടൻ മാഗിയോട് ബായ് പറയുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ സൈസ് എങ്ങനെ നിനക്ക് മനസ്സിലായെന്ന്. അതായത് മാഗിയാണ് ആ പിങ്ക് ഷർട്ട് ജങ് ചേട്ടൻ എടുത്തു കൊടുത്തത്. ഇത് എപ്പോഴാണ് എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ വീട്ടിലേക്ക് ഡെലിവേർഡ് ആയി എന്ന് ജങ് ചേട്ടൻ പറയുന്നുമുണ്ട്. മാഗി ആണെങ്കിൽ ഈ കാര്യമൊന്നും ദെക്സോൻ അറിയല്ലേ, ഞാൻ അവളെ കോപ്പി അടിച്ചു എന്ന് അവൾ വിചാരിക്കുന്നു പറയുന്നതിലൂടെ ദെക്സോന ഷർട്ട് എടുക്കുന്ന സമയത്ത് അത് കണ്ട് ഇഷ്ടപ്പെട്ട് മാഗി അതുപോലെ എടുത്തതാണ്. എന്നാൽ ഇതൊന്നും ആർക്കും അറിയില്ല. ദെക്സോന വിചാരിച്ചിട്ടുള്ളത് കിം ആ ഷർട്ട് ചേട്ടന് കൊടുത്തു എന്നാണ്. കിം ആണെങ്കിലും ആ ഷർട്ട് ചേട്ടൻ ഇടുന്നത് അന്ന് രാവിലെയാണ് കണ്ടിട്ടുള്ളതും. അവനൊന്നും പറയാനും കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. അതെന്തായിരുന്നു എന്ന് ലാസ്റ്റ് ക്ലിയർ ആവുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ദെക്സോന അറിയുന്നില്ല. അങ്ങനെ ജങ് ചേട്ടനാണെങ്കിൽ മാഗിയോട് ബായി ഒക്കെ പറഞ്ഞ് ഒരു ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ ഹഗ്ഗ് ചെയ്യുന്നത് കണ്ടാൽ ശരിക്കും ചിരിക്കാൻ വരും. അതായത് ഇവർ ഇന്നസെൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ആ ഹഗ്ഗിൽ കാണാനുണ്ട്. അങ്ങനെ നൈസ് ഒരു സീൻ കാണിച്ച് വലിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് എപ്പിസോഡ് 14 ഇവിടെ അവസാനിക്കുന്നത്.